നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് സച്ചിയും ചന്ദ്രമതി എല്ലാരും ചേർന്ന് ശ്രുതിയെ കൊണ്ട് പോരുവാണ്. ഈ സമയത്ത് ശ്രുതിയുടെ മനസ്സിലെ ചിന്ത എല്ലാവർക്കിട്ടും പണി കൊടുത്തു. ഇനിയിപ്പൊ തനിക്ക് രാജ്ഞിയെ പോലെ അവിടെ പോയി വാഴാം എന്നൊരു ചിന്ത. വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോ സ്പെഷ്യൽ പരിഗണനയും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. എല്ലാരും മണ്ടന്മാരാക്കി എന്റെ സന്തോഷത്തിലായിരിക്കുന്നേ. ആ സമയത്ത് ശ്രുതി സച്ചിയോട് പറഞ്ഞു, സച്ചി പതുക്കെ പോയാൽ മതി കേട്ടോ, അധികം സ്പീഡൊന്നും വേണ്ട. കാരണം ശ്രുതി പ്രഗ്നന്റ് ആണല്ലോ. ആ ഒരു ചിന്തയായിരുന്നു ശ്രുതിയുടെ മനസ്സിൽ. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, അതൊക്കെ ഞാൻ നോക്കിയല്ലേ പോവുള്ളൂ ശ്രുതി, ആ കാര്യം ഒന്നോർത്ത് പേടിക്കണ്ടെന്ന് പറഞ്ഞു. ഈ സമയത്ത് വർഷയാണ് ആകെപ്പാട്ട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. വർഷയുടെ അടുത്തേക്ക് എന്ന് രേവതി പറഞ്ഞു, ഇങ്ങോട്ട് എഴുന്നേറ്റ് വരാൻ പറഞ്ഞു. എന്തിനാ? അതെ, ഇത് ഗർഭിണികളൊക്കെ രാവിലെ കുളിക്കുകയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. എന്ന് ആര് പറഞ്ഞു? അതങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്നെ കൊണ്ടും പറ്റില്ല രാവിലെ കുളിക്കാനെന്നൊക്കെ പറഞ്ഞു. ഇങ്ങോട്ടേക്ക് എഴുന്നേറ്റ് വാ, ഈ മുടിയെ ഞാൻ കുറച്ച് എണ്ണയൊക്കെ വെച്ച് തരാന്ന് പറഞ്ഞു. ഇത് മസാജ് ചെയ്ത് തരാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വിളിച്ചോണ്ട് പോയി. അങ്ങനെ വർഷ അവിടെ കൊണ്ടുപോയിരുത്തി രേവതി കുറച്ച് ഓയിലൊക്കെ എടുത്തോണ്ട് വന്ന് വർഷയുടെ മുടിയൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് ശ്രീകാന്ത് വന്നു. ശ്രീകാന്ത് വന്നിട്ട് പറഞ്ഞു, കണ്ടോ ഗർഭിണി ആയതുകൊണ്ട് എന്തൊക്കെ പരിഗണനകളാ കിട്ടുന്നേ? വർഷ രൂക്ഷമായിട്ടൊന്ന് നോക്കി ശ്രീകാന്തിനെ. നീ ഒറ്റ ഒരുത്തൻ കാരണം എനിക്ക് ഈ അനുഭവം എന്നുള്ള രീതിയിലാണ്. അപ്പോഴേക്കും രവീന്ദ്രനും കൂടെ വന്നു. രവീന്ദ്രൻ വന്നിട്ട് പറഞ്ഞു, ആഹാ കൊള്ളാലോ, വർഷമോൾക്ക് വെറുതെ ഇരുന്നാ മതിയല്ലോ, എല്ലാം ചെയ്തു തരാൻ ആളായല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടത് രേവതി പറഞ്ഞു, അങ്കിളെ അങ്ങനെയൊന്നുമില്ല, ഈ സമയത്ത് മുടിയിൽ എണ്ണയൊക്കെ വെച്ച് നന്നായിട്ട് മസാജൊക്കെ ചെയ്യണം, രക്തയോട്ടമൊക്കെ തലയ്ക്ക് കൂടുന്നൊക്കെ നല്ലതെന്ന് പറഞ്ഞു. അല്ല ഇതൊക്കെ എങ്ങനെയാ രേവതി ചേച്ചി പഠിച്ചതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും രേവതി പറഞ്ഞു, കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഫോണിനകത്ത് നോക്കി പഠിച്ചു, പിന്നെ എന്റെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അച്ഛമ്മയോട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്ത് ചെയ്യണമെന്ന് എങ്ങനെ ചെയ്യണമെന്നൊക്കെ. കാരണം അച്ഛമ്മയ്ക്കൊക്കെ കാര്യങ്ങളൊക്കെ അറിയാലോ. ഇത് കേട്ടുകഴിഞ്ഞപ്പോ രവീന്ദ്രൻ പറഞ്ഞു, അത് ശരിയാ, എന്താണെങ്കിലും ഇതുപോലെയൊന്നും ചന്ദ്രമതി ചെയ്തു തരുമെന്ന് മോളെ വർഷ നീ വിചാരിക്കണ്ട കേട്ടോ. ചന്ദ്രയുടെ സ്വഭാവം അറിയാലോ. അവള് ഒരു പ്ലാവല് പോലും അങ്ങോട്ടോടും മറച്ചു വെക്കാത്ത ആളാ. എന്നിട്ടാണ് പിന്നെ തള്ളു വർത്താനം പറയാനായിട്ട് അവളെ കഴിഞ്ഞിട്ടുള്ളെന്ന് പറഞ്ഞു. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് പറഞ്ഞു, അത് ശരിയാ, പക്ഷെ ഇനിയിപ്പൊ രേവതി എടുത്തിയുടെ പണി കൂടത്തല്ലേ ഉള്ളൂ, ജോലിഭാരം കൂടത്തല്ലേ ഉള്ളെന്ന് ചോദിച്ചു. അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിച്ചു, അതെന്താടാ നീ അങ്ങനെ പറഞ്ഞു? അല്ല ശ്രുതിയടുത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രുതിയേട്ടന് സച്ചേട്ടനൊക്കെ പോയിട്ടുണ്ടല്ലോ. ഓ അത് ശരിയാ, ഇനിയിപ്പം ശ്രുതിയും കൂടെ വന്നു കഴിയുമ്പോൾ 2 ഗർഭിണികളായിരിക്കും ഇവിടെ. അപ്പോഴേക്കും രേവതി മോൾക്ക് പിന്നെ നിന്ന് തിരിയാൻ സമയം കാണത്തില്ല. 2 പേരുടെയും കാര്യങ്ങൾ നോക്കണം, വീട്ടുകാര്യങ്ങൾ നോക്കണം, എല്ലാം നല്ല ജോലി തന്നെയാന്ന് പറഞ്ഞു. ഈ സമയത്ത് വർഷയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു. കാരണം എപ്പം നോക്കിയാലും പ്രഗ്നന്റാന്നുള്ള ഇത് മാത്രമേ കേൾക്കാനുള്ളൂ. ദൈവമേ, പ്രസവത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ചങ്കിനകത്തൊരു ഇടുത്തിയെ വീഴുന്നേ, എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. വർഷ ആകെപ്പാടെ സമനില തെറ്റിയ മട്ടിലാണ് ഇരിക്കുന്നത്, എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ. ആ സമയത്ത് രേവതി പറഞ്ഞു, അതെ ഇനി ഒരു കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പത്തേനും എഴുന്നേറ്റ് പോയി കുളിക്കണമെന്നൊക്കെ പറഞ്ഞു. വർഷ പിന്നീട് മുറിയിലേക്ക് അങ്ങോട്ട് പോയി. ആ സമയത്ത് ശ്രീകാന്ത് രേവതിയോട് പറഞ്ഞു, അതെ രേവതി ചേച്ചിക്ക് മാത്രം ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ കേട്ടോ, ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ ഇപ്പൊ വർഷ എന്നെ ചീത്ത പറഞ്ഞു ഓടിച്ചാനെന്ന് പറഞ്ഞു. രേവതി ചേച്ചിയുടെ അടുത്തായതുകൊണ്ട് അടങ്ങിയിരുന്നേന്ന് പറഞ്ഞു. രേവതി ഒരു ചെറു പുഞ്ചിരിയോട് കൂടിയിട്ട് അങ്ങോട്ടേക്ക് പോയി. ഈ സമയത്ത് ശ്രുതി നോക്കിക്കഴിഞ്ഞപ്പോ വീട്ടിലേക്കുള്ള വഴി കൂടെ അല്ല വണ്ടി പോന്നേ. ഇതെന്താണ് സച്ചി, നിനക്ക് വഴി മാറിപ്പോയെന്ന് ചോദിച്ചു. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, വഴിയൊന്നും മാറിയിട്ടില്ല, പിന്നെന്താ ഈ വഴിക്ക് പോണേ? ശ്രുതി പറഞ്ഞു, ശരിയാണല്ലോ, ഇത് നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയല്ലല്ലോ ശ്രുതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, അതിന് നമ്മള് വീട്ടിലേക്ക് പോവാന്ന് ആരാ പറഞ്ഞേ? ശ്രുതി ചോദിച്ചു, അപ്പൊ നമ്മൾ വീട്ടിലേക്കല്ലേ പോന്നേ? അല്ല, നമ്മള് ഹോസ്പിറ്റലിലേക്കാ പോന്നേ. ഹോസ്പിറ്റലിലേക്കോ? അതെന്തിനാ? ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു, മോളെ അസുഖമൊന്നുമില്ല, പക്ഷെ നീ ഗർഭിണിയല്ലേ, അപ്പൊ പിന്നെ ചെക്കപ്പും കാര്യങ്ങളൊന്നും നടത്തി കാണത്തില്ലല്ലോ. അയ്യോ അത് പിന്നെ ആന്റി ഞാൻ ചെക്കപ്പ് നടത്തിയായിരുന്നു കഴിഞ്ഞ ദിവസം പോയി. അത് സാരമില്ല, ഇതേ ഭർത്താവും അമ്മായിമ്മയൊക്കെ ആയിട്ട് പോയി ഒരു ചെക്കപ്പ് അങ്ങ് നടത്താം, നീ ഗർഭിണിയല്ലേ, ഡോക്ടറെ കണ്ട് കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നൊക്കെ അറിയണമല്ലോ, അത് കഴിഞ്ഞ ശേഷം നമുക്ക് വീട്ടിലേക്ക് പോകാം. വേലിയായിരുന്നു പാമ്പിനെ എടുത്ത് വേണ്ടാത്തടത്ത് വെച്ച് കടി മേടിക്കുന്ന അവസ്ഥയായി പോയി ശ്രുതിക്ക്. ദൈവമേ, പെട്ടുപോയല്ലോ ഭഗവാനെ, ഇവര് ഏത് ഹോസ്പിറ്റലിലേക്കാ കൊണ്ടുപോകുന്നതെന്ന് പറയത്തില്ല. ഇനിയിപ്പം അവിടെ ചെന്ന് കഴിയുമ്പോ ഹോസ്പിറ്റലുകാർ പറയും താൻ ഗർഭിണിയാണെന്നുള്ള കാര്യം പറയും. അതോടുകൂടി തന്നെ അവിടെ ഇട്ട് അടിച്ചു പുറത്താക്കും. ചന്ദ്രമതി എന്ന് പറയുന്ന ഈ താടക. അതോർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിയുടെ ഉള്ള ഫ്യൂസ് പോയി. ശ്രുതിയുടെ മുഖഭാവം പെട്ടെന്ന് സച്ചി കണ്ണാടിക്കൂടെ ശ്രദ്ധിച്ചു. പേടിച്ചരണ്ടിരിക്കുന്നതായിട്ട് കണ്ടു.
ഈ സമയത്ത് ശ്രുതി പറഞ്ഞു, ശ്രുതി ഇപ്പോഴെന്തിനാ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്, നമുക്ക് വീട്ടിലേക്ക് പോയാൽ മതി. ശ്രുതി പറഞ്ഞു, അതേമേ നമുക്ക് വീട്ടിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു. മിണ്ടാരിട അവിടെ, നിനക്ക് അതിന് എന്തറിയാം? പ്രഗ്നന്റ് ആയ പെൺകുട്ടിയാ, അവൾക്ക് വേണ്ട പരിചരണം കാര്യങ്ങളൊക്കെ കിട്ടണ്ടേ? അപ്പോൾ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വേണം പോവാനായിട്ട്. എന്തൊക്കെ ഫുഡ് കഴിക്കാം, മെഡിസിനും കാര്യങ്ങളൊക്കെ അതെല്ലാം നോക്കിയിട്ട് വേണം പോവാനെന്ന് പറഞ്ഞു. ശ്രുതി പറഞ്ഞു, ശ്രുതി ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഹോസ്പിറ്റലിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. ദൈവമേ, ഇനി എന്താ ചെയ്യണ്ടേ? ഒരു പോം വഴിയില്ല. എല്ലാരും ചുറ്റും ഇരിക്കുന്നതുകൊണ്ട് ഫോൺ വിളിക്കാൻ ഒന്നിനും പറ്റത്തില്ല. പെട്ടുപോയെന്നൊന്ന് പറയാൻ പോലും പറ്റത്തില്ല. മീരോടൊന്ന് വിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് നേരത്തെ അറിയുമായിരുന്നെങ്കിൽ എന്തേലും ചെയ്യായിരുന്നു. അങ്ങനെ അവർ ഹോസ്പിറ്റലിന്റെ അടുത്തേക്ക് വണ്ടി എത്തണോ. ആ സമയത്ത് ശ്രുതി ഓർത്തു, ഒരു കാര്യം ചെയ്താലോ, എന്തേലും ഒരു അഭിനയം കാഴ്ച വെച്ചാലോ, എങ്ങനെയെങ്കിലും ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങാതിരിക്കുകയാണ്, അതായിരുന്നു നല്ല കാര്യം. അങ്ങനെ ശ്രുതി പെട്ടെന്ന് പറഞ്ഞു, ശ്രുതി എനിക്ക് എന്തോ തീരെ വയ്യാന്ന് പറഞ്ഞു. വയ്യേ? അതെ, നമുക്ക് തിരികെ വീട്ടിലേക്ക് പോവാം, പിന്നെ ഒരു ദിവസം വന്ന് കാണാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, അത് പറ്റില്ല എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. ശ്രുതി എനിക്ക് തല ഇറങ്ങുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ സച്ചി അകത്തേക്ക് എന്നിട്ട് എന്ത് ചെയ്തു, അവിടുത്തെ നേഴ്സിനോട് പറഞ്ഞു, അതെ സ്ട്രെച്ചർ വേണം, വയ്യാത്ത രോഗിയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, സ്ട്രെച്ചറുമായിട്ട് നേഴ്സ് അങ്ങോട്ട് വരുവാണ്. ആ സമയത്ത് ശ്രുതി അവളെ എന്ത് ചെയ്തു, എടുത്തെന്ന് പോലെ ആ സ്ട്രെച്ചറിലേക്ക് കൊണ്ട് കിടത്തി. ഇനിയിപ്പൊ പേടിക്കണ്ട, തലാർക്കൊന്നും ഉണ്ടാവത്തില്ലല്ലോ. ദൈവമേ, ഇതെന്തൊരു വിധി എന്നോർത്തോണ്ട് ഭ്രാന്ത് പിടിച്ച പോലെ ആയിപ്പോയി. ശ്രുതിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള അവസാന ചാൻസ് ആയിരുന്നു, അതൊന്നും നഷ്ടപ്പെട്ടു പോയി. ആ സമയത്ത് സച്ചിയും ചന്ദ്രമതിയൊക്കെ പരസ്പരം നോക്കുവാണ്. അങ്ങനെ ശ്രുതിയുടെ ബ്ലഡും കാര്യങ്ങളൊക്കെ എടുത്തു ടെസ്റ്റ് ചെയ്യാനായിട്ട്, പ്രഗ്നന്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഒരിടത്ത് സച്ചി, ഒരിടത്ത് ചന്ദ്രമതി. ഇനി ഇവിടുന്ന് എങ്ങനെയൊന്നും രക്ഷപ്പെടുന്നേ? ഒരു രക്ഷയില്ല. ചന്ദ്രമതി ഇടയ്ക്ക് സച്ചിനെ നോക്കി. സച്ചി ചിരിക്കുവാണ്. കാരണം ഇത്തവണ അറിയാം ശ്രുതി കള്ളത്തരമാണോ അതോ നേരാണോ പറഞ്ഞെന്നുള്ള കാര്യങ്ങള്. അപ്പൊ അതറിഞ്ഞിട്ട് കൊണ്ടുപോകാനാണ്. ശ്രുതിക്ക് മനസ്സിലായി ചന്ദ്രമതി ബുദ്ധിമതിയാണ്. കാരണം താൻ ഗർഭിണിയാണല്ലോ എന്ന് അറിഞ്ഞിട്ട് കൊണ്ടുപോകാനായിട്ട് ഇവരിവിടെ വന്ന് ഇരിക്കുന്നത്. ശ്രുതിയോട് കാര്യങ്ങളൊക്കെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോകാമെന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നത് പോലും താൻ പ്രഗ്നന്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനിയിപ്പൊ എന്താ ചെയ്യണ്ടേ? അല്ലാതൊരു അവസ്ഥയാണെങ്കിൽ താൻ പെട്ടുപോയതിനെ സർവ്വദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചിരിക്കുകയാണ് ശ്രുതി. ഈ സമയത്ത് രേവതി സച്ചിയെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തായി സച്ചിയേട്ടാ? പെട്ടെന്ന് സച്ചി ഫോണും കൂടെ അങ്ങോട്ട് മാറുവാണ്. ഇവിടെ ഒന്നും ആയില്ല, ഹോസ്പിറ്റലിൽ വന്നിരിക്കുക. എന്നിട്ടോ ചെക്കപ്പ് നടത്തിയോ? ചെക്കപ്പ് കാര്യങ്ങളൊക്കെ അതെ നടത്തി. ഇനിയിപ്പോ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പൊ ചന്ദ്രമതിയുടെ ബുദ്ധിയോടൊപ്പം സച്ചിയും കൂടെ നിൽക്കുവേ. അപ്പം ഓട്ടം വിളിക്കുക മാത്രമല്ല ചന്ദ്രമതി ചെയ്തേ, സച്ചിയോട് ആ കാര്യം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവള് ഗർഭിണിയാണോന്ന് എനിക്ക് സംശയമുണ്ട്. അവൾ ഇതിനു മുമ്പ് ഇതുപോലത്തെ പല തറവേലകളും കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെയായിരിക്കും ഇത്. അപ്പൊ അതൊന്ന് അറിയണോടെ മോനെ, അതുകൊണ്ട് നീ എന്നോടൊപ്പം നിക്കണമെന്നും പറഞ്ഞുകൊണ്ട് രഹസ്യമായിട്ട് പറഞ്ഞ കാര്യം ഇതായിരുന്നു. അവളെ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് നടത്തിയിട്ട് മാത്രം ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ. ഇനി ഒരു കാരണവശാലും ഈ വീട്ടിലുള്ളവര് കബളിപ്പിക്കപ്പെടരുത് എന്നൊക്കെയായിരുന്നു. സച്ചിയല്ലേ മോന്, സച്ചിക്കല്ല തന്നെ സംശയം ഉണ്ടായിരുന്നു. സച്ചി ചന്ദ്രയോട് പറയുകയും ചെയ്തു, എനിക്ക് അപ്പോഴേ സംശയം തോന്നി പാർലടുത്തിയുടെ കാര്യത്തില്. അതുകൊണ്ട് അമ്മയോടൊപ്പം എന്തിനും ഏതിനും ഞാൻ കൂട്ടുനിൽക്കും, അമ്മ ധൈര്യമായിട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് സച്ചി നേരെ പോകുന്നതിനെ. കാരണം കള്ളത്തരമാണെങ്കിൽ ഇത് എത്രയും പെട്ടെന്ന് പുറത്തു കൊണ്ടുവരണമല്ലോ. ഈ സമയത്ത് രേവതി പിന്നീട് ദേവുവിനെ വിളിച്ചപ്പോ ദേവിന് ആ പഴയ ടെൻഷനായി. ദൈവമേ, താൻ ഇവിടെയാണ്, അരുണേട്ടന്റെ വീട്ടിലാ. രേവതി ചോദിച്ചു, മോളെ നീ എവിടെയാന്ന് ചോദിച്ചു. അത് പിന്നെ ഞാന് ഹോസ്പിറ്റലാന്ന് പറഞ്ഞു. ഹോസ്പിറ്റലുണ്ടോന്ന് ചോദിച്ചു. ആ ഹോസ്പിറ്റലാ. എന്താ രേവതി ചേച്ചിന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ സച്ചിയുണ്ടാകെ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടെന്നാ തോന്നിയെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദേവു ഒന്ന് ഞെട്ടി. ദൈവമേ, ഹോസ്പിറ്റലാന്ന് പറയുകയും ചെയ്തു. താൻ ഇവിടെ അരുണേട്ടന്റെ അമ്മയുടെ അടുത്താണ്. ഇനിയിപ്പം താൻ അവിടെ ഇല്ലെന്നെങ്ങാനും അറിഞ്ഞു കഴിയുമ്പോഴത്തേനും പിന്നെ ചോദ്യമായി പറച്ചിലായി. ദേവ് ആകെപ്പാടെ പേടിച്ചുപോയി. തന്റെ കള്ളത്തരങ്ങളൊക്കെ പിടിക്കപ്പെടുവോ? അരുണേട്ടൻ താനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ അറിയാം. പക്ഷെ ഇങ്ങോട്ടേക്ക് വന്ന് ഇങ്ങനെയൊക്കെ ഇരുന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതി ചേച്ചിക്ക് അതൊന്നും ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. കാരണം കല്യാണത്തിന് മുമ്പ് അങ്ങനെ വന്നിരിക്കുന്ന അത് ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ. അപ്പൊ ഇനിയിപ്പോ അതിന്റെ പേരിൽ ഇനി പ്രശ്നം ഉണ്ടാകുമോ എന്നൊക്കെ ഒരു ഭയം ദേവുവിന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട്. എന്താണെങ്കിലും അതിന്റെ കഥകളൊക്കെ കാണാൻ പോകുന്നത്. ഇനിയിപ്പം ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ശ്രുതി പ്രഗ്നന്റ് അല്ലെന്ന് അറിഞ്ഞ ചന്ദ്രമതി അവളെ അവിടെ ഇട്ട് വലിച്ചു കയറത്തുള്ളൂ, വെറുതെ വിടാൻ പോകുന്നില്ല. അപ്പൊ അതിന്റെ കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.